വ്യഭിചരിക്കല്ലേ എന്നല്ല പറഞ്ഞത്, നിങ്ങൾ ശാരീരികമായി ബന്ധപ്പെടരുതെന്നല്ല അല്ല പറഞ്ഞത്. വലാ തഖറബുസ്സിനാ, അതിനോട് അടുക്കുന്ന കാര്യങ്ങൾ പോലും ചെയ്യരുത്. അന്യപുരുഷന്റെ ശരീരത്തെ തൊടുന്നത്, അന്യ പെണ്ണിന്റെ ശരീരത്തെ തൊടുന്നത്, പിഴച്ചവനെ അത് വ്യഭിചാരമാണത്, പാപമാണ്, പാപമാണ്. പെണ്ണെ നീ സലാം പോലും പറയാൻ പാടില്ല. ഒരന്യ പുരുഷനോട് നീ സലാം പറയരുത്. ഒരന്യ പുരുഷന്റെ മയ്യത്ത് നീ കാണരുത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനബെടെന്ന് പറയുമ്പോ ആണും പെണ്ണും എവിടെയാടോ? സ്കൂളിൽ പഠിക്കുന്ന കൂട്ടുകാരന്റെ ബൈക്കിന്റെ പുറകിൽ കയറി കെട്ടിപ്പിടിക്കുന്ന കാലമാ, ചേർന്നിരുന്ന സെൽഫി എടുക്കുന്ന കാലമാ. പടച്ചവനെ ഇന്ന് പ്രണയ ദിനമായിരുന്നല്ലോ. ഫെബ്രുവരി 14 പ്രണയിക്കുന്നവരുടെ ദിനമാണ്. റബ്ബേ, പ്രണയിക്കുന്ന ഒരു ദിവസം ആഘോഷിച്ച ഒരുപാട് പേരുണ്ടല്ലോ. ഇന്ന് പ്രണയ ദിനമായിരുന്നു. പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പ്രണയ ദിനം, പ്രണയിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ദിവസം. ഒരു വർഷത്തിൽ 365 ദിവസം കണ്ടുണ്ടെന്ന ഒരു ദിവസം പ്രണയിക്കാനും ബാക്കിയുള്ള ദിവസമൊക്കെ തല്ലാനും അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരു ദിവസം ഇന്ന് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തു. പെണ്ണുമ്പിള്ളയ്ക്ക് മേടിച്ചു കൊടുത്ത ഭർത്താവുണ്ട്, പെണ്ണുമ്പിള്ളയ്ക്ക് വരെ മേടിച്ചു കൊടുത്തു. ഇന്ന് സുബ്ഹാനല്ലാഹ്, ഭർത്താവ് ഭാര്യയ്ക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തിരിക്കുക. അലിച്ചു നോക്കണം. പിന്നെ എങ്ങനെ പണ്ടത്തെ പെണ്ണുങ്ങൾ, ഈ അടുത്ത് ഞാൻ കേട്ടത്, ഒരു പെണ്ണ് ഭർത്താവിനെ വിളിക്കുക, എടാ അതിങ്ങെടുക്കടാ. ഇന്നത്തെ പുതിയ ട്രെൻഡാ, പെണ്ണുങ്ങൾ ഭർത്താവിനെ വിളിക്കുന്നത്. പണ്ടത്തെ പെണ്ണുങ്ങൾ നിങ്ങൾ കുട്ടികളുടെ ഉപ്പ, ഇപ്പൊ ഇങ്ങെടുക്കടാ, ഇങ്ങട് ഭർത്താവിനെ വിളിക്കുക, ഇങ്ങെടുക്കാൻ. അല്ലാഹു അലം, കാലം പോയ പോക്ക്. ഈനാം പേച്ചിക്ക് മരപ്പട്ടി കൂട്ട്, ഇതവസ്ഥ. ഭർത്താവിന്റെ പേര് വിളിക്കുന്ന പെണ്ണുങ്ങളില്ലേ? സുബ്ഹാനല്ലാഹ്, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എടാ വാടാ പോടാ ബന്ധമായി പോയി. ചുമ്മാതല്ല ആമിന, ഓൻ എടാ വാടാ ആയി പോയത്. എടാ വാടാ എന്ന് വിളിക്കുന്ന പെണ്ണുങ്ങളെന്ന്. ഇതൊക്കെ പറയാൻ പാടില്ല. ഇതൊക്കെ പറഞ്ഞ ഉസ്താദ് നിങ്ങൾക്കിതൊന്നും അറിയാഞ്ഞിട്ടാ. നിങ്ങൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികളെ പോലെ ഒന്നും നടന്നാൽ പോലെ പുറത്തേക്കൊന്ന് ഇറങ്ങും. നിങ്ങളൊക്കെ ആ ജുബയും തുപ്പിയൊക്കെ ഒന്ന് ഊരിയിട്ട് വെളിയിലോട്ട് ഇറങ്ങി ജീൻസും പാൻറ്റും വിട്ടിട്ട് നടക്കാം. എൻ്റെ പൊന്നു പെങ്ങളെ, നിങ്ങൾക്കൊക്കെ എന്ത് വേണമെങ്കിലും കാണിച്ചോ. നീ ഗിഫ്റ്റ് കൊടുക്കുകയോ അവൻ്റെ തലയിൽ കയറിയിരിക്കുമോ? കല്യാണത്തിനൊക്കെ പോകണം. ഇപ്പൊ ഫർദയും ഹിജാബൊക്കെ, ഇതിൻ്റെയൊക്കെ യഥാർത്ഥ കോലം കാണാൻ കല്യാണ വീട്ടിൽ പോകണം. സുബ്ഹാനല്ലാഹ്, യൂട്യൂബിൽ കിടക്കുന്നുണ്ട് പ്രായം ചെന്ന തള്ളയുടെ ഡാൻസ്. ഖബറിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന ഉമ്മയുടെ ഡാൻസും യൂട്യൂബിൽ. കുറേ നാൾ മുമ്പ് ചാമ്പിക്കോ പറഞ്ഞുകൊണ്ട് കുറേ നാൾ നടന്നു. ചാമ്പിക്കോ എന്നാ പറഞ്ഞത്. അപ്പൊ എല്ലാം ഇങ്ങനെ നടന്നു. എന്ത് വേണമെങ്കിലും നിങ്ങൾ കാണിക്ക്. ഈ രാജ്യം അങ്ങനെ, ഈ രാജ്യത്ത് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും നടക്കാം, ഒരു കുഴപ്പമില്ല. നിനക്ക് ഇഷ്ടമുള്ളത് ധരിക്ക്, കൊടുക്ക്, എന്ത് വേണമെങ്കിലും. കല്യാണം കഴിഞ്ഞിട്ട് സ്വമേധയാ കൊടുത്ത കേസില്ല. അല്ലാഹു കാക്കുമാറാകട്ടെ. ഇതവസ്ഥ എന്നറിയ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ. ദുനിയാവ് അങ്ങനെ. അല്ലാഹു എല്ലാ വഴികളും നിങ്ങൾക്ക് തുറന്നു തന്നിരിക്കുക. എങ്ങനെ വേണമെങ്കിലും നടന്നോ. സാധേ നിങ്ങളൊക്കെ എത്ര പറഞ്ഞാലും ഞങ്ങൾ ഇങ്ങനാണ്. ഈ ജീവിതം നിങ്ങൾ പറയുന്നത് പോലെ സ്വപ്നലോകത്ത് ജീവിക്കാനുള്ളതല്ല. ഇത് ആസ്വദിക്കാനുള്ളതാ, ഇതടിച്ചു പൊളിക്കാനുള്ളതാ. നിങ്ങൾ എത്ര പറഞ്ഞാലും ഞങ്ങൾ മാറൂല. പെങ്ങളെ, മാറണമെന്നൊരു നിർബന്ധവുമില്ല. നിനക്ക് വേണമെങ്കിൽ നീ നന്നാകൂ, ഇല്ലെങ്കിൽ നിനക്ക് തോന്നുന്നത് പോലെ നടക്കൂ. ചെറുപ്പക്കാരാ, എത്ര പറഞ്ഞിട്ടും നന്നാകാത്ത യുവത്വമേ, ഒരന്യ പെണ്ണിന്റെ ശരീരത്ത് തൊടാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരോട് ഇന്ന് കൈ ഇങ്ങനെ പിടിച്ചു കൂട്ടിയിടിക്കുകയാ, ഗിഫ്റ്റ് കൊടുക്കുകയാ. എടാ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞതെന്തെന്നറിയോ? ഒരന്യ പെണ്ണിന്റെ ശരീരത്ത് തൊടുന്നതിനേക്കാളും നല്ലത് കൂടെ പഠിക്കുന്ന അന്യപുരുഷന്റെ ശരീരത്ത് തൊടാൻ മോഹിക്കുന്ന പെണ്ണെ, പന്നിയെ കണ്ടിട്ടുണ്ടോ? കാഷ്ടം തിന്നുന്ന വേസ്റ്റിൽ കിടക്കുന്ന പന്നിയെ കണ്ടിട്ടുണ്ടോ? പോയി കെട്ടിപ്പിടിക്കടി പൊന്നുമോളെ. അന്യ ഒരു പുരുഷന്റെ ശരീരത്ത് തൊടുന്നതിനേക്കാൾ, അന്യ ഒരു പെണ്ണിന്റെ ശരീരത്ത് തൊടുന്നതിനേക്കാൾ പന്നിയെ കെട്ടിപ്പിടിച്ച് കിടക്കലാ നല്ലത്. 7 വെള്ളത്തിൽ കഴുകിയാ ശുദ്ധമാകുമല്ലോ. ചെറുപ്പക്കാരാ, എങ്ങനെ വേണമെങ്കിലും നടന്നോ, എന്ത് പേക്കൂത്ത് വേണമെങ്കിലും കാണിച്ചോ. ഒരൊറ്റ നിമിഷം മതിയടാ. സിറിയയിലുമൊക്കെ കണ്ട്, തുർക്കിയിലും സിറിയയിലൊക്കെ കണ്ടോ? പടച്ചവനെ, എന്തെങ്കിലും എത്രയോ മോഹങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമായി കഴിഞ്ഞവരാട് ഒറ്റ നിമിഷം കൊണ്ട് തീർന്നില്ലടാ ചെറുപ്പക്കാരാ.
ആഡംബര ചുംബരികൾ പോലെ വലിയ വലിയ കൊട്ടാരങ്ങൾ പണിതവരുണ്ടായിരുന്നല്ലോ. എന്തൊക്കെ മോഹമായിരുന്നടോ. ഇന്ന് വാട്സപ്പില് ഞാനൊരു വീഡിയോ കണ്ടു. തകർന്നു കിടക്കുന്ന ബിൽഡിങ്ങുകളുടെ നടുവില് ഒരു ചെറിയ ഡെസ്കിന്റെ ഡെസ്കിന്റെ മുകളിൽ പടച്ചവനെ റൊട്ടിയുണ്ടാക്കി കഴിക്കുന്ന ഒരു കുടുംബത്തിന്റെ വീഡിയോ കണ്ടപ്പോ ഇതൊക്കെ നിങ്ങൾക്ക് പാഠമാടോ, ഇതൊക്കെ നിങ്ങൾക്ക് പാഠമാടോ. അല്ലാഹുവിനെ മറന്നുകൊണ്ട് ഈ ഭൂമിയുടെ മുകളിലൂടെ നടക്കുമ്പോ ഒരൊറ്റ നിമിഷം ആ ഭൂമികന്ന് ചലിച്ചപ്പോ 30,000 പേരിൽ പുറത്തവിടുന്ന് മണ്ണിനടിയിലേക്ക് പോയില്ലേ. ഒരൊറ്റ നിമിഷം കൊണ്ട് തകർന്ന് തരിപ്പണമാവുകയാ. അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടക്കുമ്പോ പടച്ച റബ്ബ് ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും ഇരുകൈയും നീട്ടി സ്വീകരിച്ചിട്ട് ആ റബ്ബിനോട് നന്ദികേട് കാണിച്ചുകൊണ്ട് മനുഷ്യന്മാര് ജീവിക്കുമ്പോ എന്തേ സംഭവം? മരിച്ച നല്ലവർക്ക് ഷഹീദിന്റെ കൂലി കൊടുക്കണേ അല്ലാ. നഷ്ടപ്പെട്ടു പോയ പാവങ്ങളോട് നീ കരുണ കാണിക്കണേ അല്ലാ, നീ ദയ കാണിക്കണേ അല്ലാ. അതുകൊണ്ട് പടച്ച റബ്ബിനെ മറന്നുകൊണ്ട് നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട യുവത്വത്തോട്, മക്കളെ, ഖുർആനിലെ ഏതായത്ത് മറന്നാലും ഈ ആയത്ത് നിങ്ങൾ മറക്കരുത്. നിങ്ങൾക്ക് പഠിക്കാൻ ഞാനൊരായത്ത് പറഞ്ഞു തരാ. എന്തു മറന്നാലും ഇത് മറക്കല്ലേ. ഏതായത്തെന്നറിയുമോ? വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ചെറുപ്പക്കാരാ, വാപ്പാ, പടച്ചവനെ ആർഭാട വിവാഹങ്ങള്. റബ്ബേ, വലിയ മലയാളിയാണ്, നാട്ടുകാരുടെ മുമ്പിൽ അറിയപ്പെടുന്നവനാ. പക്ഷേ തന്റെ വീട്ടിലൊരു വിവാഹം വരുമ്പോ എന്തൊക്കെ പേക്കൂത്തുകളാണ്. ഈ സമുദായത്തെ നാണം കെടുത്തുന്ന രീതിയിലാണ് പടച്ചവനെ വസ്ത്രധാരണകൾ പറയണ്ടല്ലോ. അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടക്കുന്ന എല്ലാവരോടും അല്ലാഹു പറയുകയാ, പോകടാ ചെറുപ്പക്കാരാ, ഓന്തോടിയാ എവിടെ വരെ പോകുമടാ, നീയൊക്കെ പോയാ എവിടെ വരെ പോകാനാ? ഈ ദുനിയാവിന്റെ ഏത് മൂലയിൽ നീ പോയാലും നിങ്ങളെ എങ്ങനെ വേണമെങ്കിലും നടന്നോ. ഫർദയും ധരിച്ച് ഫർദ ഊരി തലയിൽ കെട്ടി വേണമെന്ന് നടന്നോ, എന്ത് വേണമെങ്കിലും കാണിച്ചോ, നിന്റെ കൂടെ ആളുണ്ടല്ലോ, എങ്ങനെ വേണമെങ്കിലും നടന്നോ. പക്ഷേ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാ, ഇത് അല്ലാഹുവിന്റെ ഭീഷണിയാ പെണ്ണ്, ഇത് അല്ലാഹുവിന്റെ ഭീഷണിയാ പെണ്ണ്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. നീയൊക്കെ എവിടെ പോകാനാടി? നീയൊക്കെ എവിടെ പോകാനാടാ ചെറുപ്പക്കാരാ? അല്ലാഹു പറയും, നിന്നെ ഞാൻ കൊണ്ടുവരുമടാ, എന്റെ മുമ്പിലേക്ക് നിന്നെ ഞാൻ കൊണ്ടുവരുമല്ലോ. നീയൊക്കെ എന്റെ മുമ്പിലേക്ക് തിരിച്ചു വരേണ്ടവനാണല്ലോ. എവിടെ പോകാനാ നീയൊക്കെ? നിന്നെ ഞാൻ എന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുമല്ലോ. ഞാൻ ഒരുക്കി